കാസർഗോഡ് താലൂക്ക് എൻ.എസ്.എസ്. കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും യൂണിയൻ സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിതരണവും നടത്തി. കാസർഗോഡ് താലൂക്ക് എൻ.എസ്.എസ്. കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും യൂണിയൻ സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിതരണവും നടത്തി. കാസർഗോഡ് താലൂക്ക് തഹസിൽദാർ എം. രമേശൻ പൊയ്നാച്ചി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇനി നിലവിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ കമ്പ്യൂട്ടറായിരുന്നു അതിനൊരു വില്ലനായിരുന്നതെങ്കിൽ അതിനെ കടത്തിവെട്ടുന്ന AI-യുടെ സഹായത്തോടുകൂടി 10 പേര് ചെയ്യേണ്ട ജോലി ഒരാൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സർക്കാർ ജോലിയെ ലക്ഷ്യം കണ്ടിട്ടുള്ള പഠിത്തമല്ല ഇനി നടത്തേണ്ടത്. അതിനപ്പുറം ഒരു വ്യക്തി നന്നായി പ്രവർത്തിക്കേണ്ട AI ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു മേഖല കണ്ടെത്താൻ കഴിയണം. വ്യക്തി ജീവിതത്തിലും പഠിത്തം കൊണ്ട് മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരും, എഴുന്നേറ്റ് നിൽക്കാനും അവരെ സ്വീകരിച്ചിരുത്താനും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് വരണം. വീടിൻ്റെ റിമോട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് കുടുംബത്തിൻ്റെ കയ്യിലേക്ക് മാറണം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, പണ്ടൊക്കെ ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ദോശ വാങ്ങുമ്പോൾ മറ്റേ കയ്യിൽ മൊബൈലിൽ വേറൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കും. കുട്ടികളായാലും മുതിർന്നവരായാലും ഫോൺ, എൻ്റെ കാര്യം തന്നെ എടുത്താലും 10 മിനിറ്റ് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഫോണിലാണ് നമ്മൾ ആരെങ്കിലും മെസ്സേജ് അയച്ചു, അതിനാണ് നമ്മുടെ സമയം പാഴാക്കുന്നത്. അതിൽ നിന്ന് മാറി ആ മൊബൈൽ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് കരുതി എല്ലാവരും ആ മൊബൈൽ എടുത്ത് യൂട്യൂബിൻ്റെ പുറകെ പോയാൽ എല്ലാവർക്കും പണം കിട്ടണമെന്നില്ല. ദിവസം 4 ലക്ഷം സമ്പാദിക്കുന്ന കുട്ടികളും 10ാം ക്ലാസ്സിന് മുമ്പേ 4 ലക്ഷം രൂപ സമ്പാദിക്കുന്ന കുട്ടികളൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ചടങ്ങിൽ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. യൂണിയൻ പ്രസിഡന്റും എൻ.എസ്.എസ്. ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് എ. ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ സംസാരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സി. ഭാസ്കരൻ നായർ സ്വാഗതവും യൂണിയൻ സെക്രട്ടറി ഇ. അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.